ഹലോ, ലൈഫ് കോച്ച് ആണ് നിങ്ങളുടെ കൂടെ. ജാനുവരി പകുതിയായില്ലേ? റെസൊല്യൂഷനും ഗോൾ സെറ്റിങ്ങും സിസ്റ്റവും എല്ലാം കൂടി കേട്ട് മടുത്ത് ഇരിക്കുകയായിരിക്കും. എന്നാൽ നമ്മൾ സെറ്റ് ചെയ്ത ഗോളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു 4 സ്റ്റെപ്പ് സിമ്പിൾ അടിപൊളി മെത്തേഡായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. റൈസ് മെത്തേഡ്. അതൊരു സ്ലോ ആൻഡ് സസ്റ്റൈനബിൾ ഇംപ്രൂവ്മെൻ്റ് ആണ്. R for റീസെറ്റ്. നിങ്ങളുടെ ബിലീവ്സ് എല്ലാം ഷിഫ്റ്റ് ചെയ്യുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്നെക്കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് ഉള്ളിലുള്ളിടത്തോളം കാലം നിങ്ങൾ എത്ര ഗോൾ സെറ്റ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. നിങ്ങളെ എന്താണ് തടയുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ വർക്ക് ചെയ്ത് ആ ബിലീഫ്സ് എല്ലാം ഷിഫ്റ്റ് ചെയ്യുക. കൃത്യമായ ക്ലാരിറ്റി വേണം ഈ വർഷം അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് അത് എൻഡ് ചെയ്യേണ്ടത് എന്ന്. അതിന് സഹായിക്കുന്ന ആളുകളെ ആണോ നിങ്ങൾ കൂടെ കൂട്ടിയിട്ടുള്ളത് എന്ന്. യുവർ വൈബ് അട്രാക്ട്സ് യുവർ ട്രൈബ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ക്ലിയർ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തോളൂ, എന്നിട്ട് ആക്ഷൻസ് എടുത്തോളൂ. വിഷൻ വിത്തൗട്ട് ആക്ഷൻ ഈസ് എ ഡേ ഡ്രീമിങ്. അടുത്ത സ്റ്റെപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സംയോജിപ്പിക്കുക എന്നുള്ള. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഹാബിറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ തുടർച്ചയായി ചെയ്യുന്ന 5 കാര്യങ്ങളുടെ ആകത്തുകയാണ് നമ്മളെന്നാണ് പറയാറുള്ളത്. നമ്മുടെ ഗോളുമായി അടുത്ത് നിൽക്കുന്ന 3 കാര്യങ്ങൾ എല്ലാ ദിവസവും എഴുതി അത് പ്രയോറിറ്റൈസ് ചെയ്ത് അതെല്ലാ ദിവസവും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. അത് ട്രാക്ക് ചെയ്യുക മന്ത്ലി ബേസിസിൽ, ഡെയിലി ബേസിസിൽ. എന്നിട്ട് വന്നു പോയ മിസ്റ്റേക്സ് റിവ്യൂ ചെയ്തിട്ട് അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ സിസ്റ്റത്തിനകത്തേക്ക് ഫോളോ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. എല്ലാവരും എപ്പോഴും കൺസിസ്റ്റൻ്റ് ആവുന്നതിനെ കുറിച്ച് സ്ഥിരമായിട്ട് പറയാറുള്ളൊരു കാര്യമാണ്. എന്നാൽ ദിവസം ഷോപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ അല്ലാതെ എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റിയോ കൂടുതൽ ആളുകളൊന്നും പറയാറില്ല. ഞാൻ അത്ര പോരാ എന്ന് കരുതി നിൽക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ നിങ്ങൾ റെഡി ആണെങ്കിലും അല്ലെങ്കിലും ഷോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ന് ഞാൻ നടക്കാൻ പോകാൻ തീരുമാനിച്ചു. പോകാനേ തോന്നില്ല, മടിയാവാണ്. ഡ്രസ്സ് ചെയ്യുക, 1 മിനിറ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാൻ തീരുമാനിക്കുക. ഒന്ന് കറങ്ങിയിട്ട് വരാം. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പലരും നമ്മുടെ വീഡിയോ കാണുന്നതായിട്ട് കണ്ടു, പക്ഷേ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല. അത് വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണത് എല്ലാവരും പരിഗണിക്കണം. നമ്മളെ ഒരു പടി ഉയർത്തുന്ന കാര്യങ്ങളല്ലാതെ ഇവിടെ വേറെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സ്റ്റെപ്പ് ഇവോൾവ്, പരിണാമം. നമ്മുടെ 20കളിൽ തോന്നിയ കാര്യമല്ല നമുക്ക് നമ്മുടെ 30കളിൽ തോന്നുന്നത്. 30കളിൽ തോന്നിയതല്ല 40കളിൽ തോന്നുന്നത്. അത് തന്നെയാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവോൾവ് ആവുന്നില്ല എന്നാണ് അർത്ഥം. ചില ആളുകളൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഇവന് ഒരു മാറ്റമില്ലല്ലോ, ഇവക്ക് ഒരു മാറ്റമില്ലല്ലോ. എന്നാ വരി ശരിക്കും നിങ്ങളെ പേടിപ്പിക്കേണ്ട ഒന്നാണ്. നമ്മൾക്ക് നല്ല മാറ്റങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പേര് കൊഴിഞ്ഞു പോയി എന്ന് വരും. ശരിക്കും നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ആളുകൾ മാത്രമേ പിന്നീട് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ആരും ഉണ്ടായില്ല എന്നും വരും. നമ്മളെ മുകളിലേക്ക് ഉയർത്തുന്ന ആളുകളെ മാത്രം കൂടെ കൂട്ടുക. എനർജി വാമ്പേഴ്സ് ആയിട്ടുള്ള നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആളുകളാണ് കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പഠിക്കുക. ഇറ്റ്സ് ബെറ്റർ ടു ബി എലോൺ ദാൻ ഇൻ റോങ് കമ്പനീസ്. അപ്പോൾ എല്ലാവർക്കും നല്ല നാളുകൾ ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്, പരിഗണിക്കുമല്ലോ. താങ്ക് യു.